Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഉപ്പുമാവും ഒരു അടിപൊളി മുട്ടക്കറിയും. നമ്മുടെ എല്ലാ വീട്ടിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വലിയ പുതുമയൊന്നുമില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 ചുവന്നുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് തീരെ ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരണേ. ചുവന്നുള്ളിക്ക് പകരം സവോള ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി റവ ഇട്ട് കൊടുക്കാം. ഞാനിത് വറുക്കാത്ത റവയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. റവ നല്ല പാകമാകുമ്പോൾ ഇതിൽ നിന്ന് നല്ല വറുത്ത റവയുടെ മണം വരും. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ റവ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് കട്ട കിട്ടും. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ് പാകം. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളമാണ് 2 കപ്പ് റവയ്ക്ക് ചേർത്തിരിക്കുന്നത്. ഈ വെള്ളമെല്ലാം റവയിലോട്ട് നന്നായിട്ട് വലിയുന്ന പോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. വലുതായിട്ടൊന്നും കട്ട കെട്ടിയിട്ടൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണിത്. ഒരുപാട് കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതിന്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണിത്. എല്ലാവരും വീട്ടിൽ ഉപ്പുമാവ് തയ്യാറാക്കുന്നവരാണ്. അതുകൊണ്ട് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ ഈ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉപ്പുമാവിന് കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാധാരണ മുട്ടക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പൊ സവോള ഏകദേശമൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില, 1 പച്ചമുളക് അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ഈ കൂട്ടത്തിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ചൂടുവെള്ളമല്ല, സാധാ പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് കറിക്ക് നല്ലൊരു രുചി കൊടുക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരണം. ഇപ്പൊ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ മുട്ടക്കറിയാണ്. തക്കാളിക്ക് ഒന്നും ചേർക്കാതെ ഉള്ളൊരു കറിയാണ്. ഇപ്പൊ ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉപ്പുമാവും മുട്ടക്കറിയും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.